പ്രശ്നമില്ല ഞങ്ങൾ ഇപ്പഴേ തുടങ്ങട്ടെ. നടുവേദനയൊക്കെ തീരുമാനിച്ചില്ലേ നമ്മെല്ലാരും ബോഡി ബിൽഡ് ആരെവിടെ അരങ്ങേറ്റം നടത്തു. വരൂ വരൂ അടിയൻ ബോഡി ബിൽഡ് എന്നെയും എന്റെ മകളെയും സന്തോഷിപ്പിക്കും. നമ്മള് സാധാരണ ആൾക്കാർ പോസ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെ എടുക്കൂലേ? ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കും. ലേഡീസ് ചെയ്യില്ല, അതിന് നല്ലത്. ഇങ്ങനെ കാര്യം ഇങ്ങനെ അത് സ്റ്റൈല് വരുവണ്ട. ഓക്കെ ഓക്കെ ഈ കാലിങ്ങനെ ഇരിക്കും. ഇതിലും വലുത് എന്തോ വരാൻ. എനിക്ക് ഈ കാല് പറ്റില്ല, ഈ കാല് മതിയോ? ഇഷ്ടമുള്ള കാലം. അരമണ്ഡലം. ഓ പൊളി. അടുത്ത ഇപ്പുറത്തോട്ട് ഫസ്റ്റ് വന്നിട്ട് പിന്നെ അല്ല ഫസ്റ്റ് അതെ മുദ്ര ശ്രദ്ധിക്കൂ. അങ്ങനെയല്ല, ബ്ലാക്ക് കളർ, പിങ്ക് കളർ, മജന്ത കളർ. അത് ഈ വന്നതാണ്. അപ്പൊ അതിന്റെ ഇങ്ങനെ കൊടുത്തയക്കും. തിരി ചോര വന്നിട്ടുണ്ട്. പക്ഷെ മാറും. ഒന്നാമത് കിച്ചണിലായോണ്ട് തന്നെ എന്തായാലും ഇത് മറ്റേ ബാഹുബലിയിലെ അതിന്റെ സൈഡ് ക്ലിയർ ഒന്ന് കൊടുത്തയക്കും. പിന്നെ തീർന്നിട്ടുണ്ട്, അതും കൊടുത്തേക്കാണെങ്കിൽ വെരി വെരി താങ്ക് യു. വീണ്ടും കുത്തിരി പോരെ. സത്യം. ഇനി അങ്ങനെ ബാക്കിൽ നോക്കിയ അവരുടെ ബാക്ക് തിരിഞ്ഞു. ബാക്ക് തിരിഞ്ഞില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ മറ്റേ കുതിര. ഓക്കെ 2 3 4 സ്പ്ലിറ്റ്. ഓക്കെ ഓക്കെ മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ബാക്ക്. ഓക്കെ നെക്സ്റ്റ് വൺ. നോക്ക് 1 2 നെക്സ്റ്റ് നോക്ക്. എനിക്ക് കണ്ണാൻ ഓർമ്മ വരില്ല. ഇത് ലേഡീസിന് ഭയങ്കര ഇമ്പോർട്ടന്റാ. ലേഡീസിന് ഭയങ്കര ഇമ്പോർട്ടന്റ്. വൺ സൈഡ് മാത്രം. രണ്ടെണ്ണം. വായില് വെള്ളം വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിന് വെച്ചു കേക്ക് കണ്ടിട്ടാന്ന് പിന്നെയാണ് മനസ്സിലായത്. ആ നാക്ക് പുറത്തില്ല. ഞാൻ തന്നെ ബലം പിടിച്ചിട്ട് എനിക്കിരിക്കാം. നിന്റെ ആവണ്ട എന്നെ അങ്ങനെ പോലുമില്ല. നിന്റെ താടി ഭയങ്കര കട്ടിയുള്ള താടിയാടാ. അതുകൊണ്ട് എന്റെ താടി നോക്ക്. ഷേവ് ചെയ്ത് കളഞ്ഞിട്ടാ വെച്ച സെറ്റോ. ഈശൻ താടിയൊക്കെ എടുത്തോണ്ട് तू ही बोले
കുളിക്കാം. ഞാൻ പോയി കുളിക്ക്. നീ കുളിക്കുന്നില്ലേ? ഞാൻ നാളെ രാവിലെ. കൊടുക്കണം. വേറെ ആരും ഇല്ലാത്തപ്പോ നമ്മള് മാത്രമാണല്ലോ ദൈവമേ ഇവര് ഫോക്കസ് ചെയ്യണേ. നമ്മള് മാക്സിമം ഇങ്ങനെ കരണക്കുറ്റി അടിയല്ലേ, അപ്പൊ നമ്മള് എക്സാമ്പിൾ ഒരാൾ അടിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് മാറരുത്, അവന്റെ കോൺഫിഡൻസ് കൂടും. ഇങ്ങനെ കാണിച്ച് അങ്ങോട്ട് കയറ്, അടിക്കല്ലേ അത് വേറെ പോലെ ഇങ്ങോട്ട് കയറാം. ഇവിടെ മാത്രം പിടിച്ചത് ആള് വരും, ആരും പോരും. കൺഫെഷൻ റൂമിലേക്ക് വരിക. ആര്? എവിടെ? മുടി പിടിച്ചു. ബിഗ് ബോസ് എന്റെ മുടി, ബിഗ് ബോസ് തെറ്റ്, എന്റെ മുടി എന്റെ അനുവാദം ഇല്ലാതെ പിടിച്ച്, പഠിക്കണോ? എന്റെ മുടി അനുവാദം ഇല്ലാതെ പിടിച്ച്. ഇങ്ങനെ ഈ കാലം, ഈ മനുഷ്യന് ബിൽഡപ്പ് കൊടുക്കുന്ന ഞാൻ മുടി കാലം ഇങ്ങോട്ട് കയറ്റ്. ജാസ്മിൻ, ബിഗ് ബോസ് എങ്ങനെയുണ്ട് ബിഗ് ബോസ് വീട്? കൊള്ളാം. ഗെയിം സ്പിരിറ്റ് കുറേയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ ലൈക്ക് ഗബ്രി ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു, പിന്നെ കുറെ മനോധൈര്യത്തിന്റെ പേരിലും പിടിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ആയി ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരേണ്ട ഒരു ഇതൊക്കെ ഫസ്റ്റ് തന്നെ ആവുന്ന നമുക്കൊരിത്. ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നത്? ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത്. പിന്നെ നമുക്ക് ഒരാളത്തൊരു ഇത് കാണുമല്ലോ, അങ്ങനത്തെ ഇത്. നിങ്ങളുടെ അച്ഛന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാത്തിരിക്കുക. നീ വല്ലാതെ എന്നെ ഫോക്കസ് ഏതവനും നിർത്തിയിരിക്കും. അങ്ങനെ ഒബ്സർവ് ചെയ്യണ്ട. എന്റെ ബോഡി, എന്റെ മൂക്ക്, ഞാൻ എവിടെ നിങ്ങൾ തള്ളില്ലേ, നിങ്ങൾ തള്ളില്ലേ, തള്ളുമ്പോ ഞാൻ ലൂസാക്കി അഥവാ ഞാൻ ഇറങ്ങി നിന്റെ മുടി എടുത്ത് ഞാൻ പോയിച്ചു. ആ രണ്ട് പറഞ്ഞു ഓടിക്കും. പ്രഷർ ഞാൻ ചെയ്തില്ല. ആർക്കും താല്പര്യമില്ല, രാജിവെച്ചു. നമ്മൾ എന്നിട്ട് ചേട്ടന് ബെല്ലി ഡാൻസ് പഠിപ്പിച്ചു തരാം. ബെല്ലി ഡാൻസ്, ബെല്ലി പഠിപ്പിക്കാം. ബെല്ലി പഠിപ്പിക്കാൻ റെഡിയാണോ? കണ്ണാടി നോക്കാം. നിങ്ങൾ അപ്പുറത്ത് പോകും. ചെരുപ്പെടുത്തെറിഞ്ഞു എനിക്ക് നേരെ ചെരുപ്പെടുത്തെറിഞ്ഞു. അയ്യോ ദൈവമേ, തീർന്ന് ശ്വാസം എടുക്കൂ. ഫസ്റ്റ് ബ്രീത്തിങ് എക്സസൈസ്. ചേച്ചി ശ്വാസം എടുക്കൂ. എങ്ങോട്ടാ? എങ്ങോട്ടാവാ? നോർമൽ ശ്വാസം. ശ്വാസം വിടൂ. ശ്വാസം എടുക്കൂ. ശ്വാസം വിടും. ഇനി എല്ലാരും വയറ് ഉള്ള തള്ളു. മോള് വയറ് ടക്ക് ഇൻ. ഉള്ള തള്ളു, ഉള്ള തള്ളു. ഇൻ. നെഞ്ച് വിരിക്കണ്ട. ഇങ്ങനെ
വയറ് ഉള്ള കൈ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റാർട്ട്. കാണില്ല. ഓക്കെ ഓക്കെ വയറ് തള്ളിയേ ഇല്ല. കൈ അകത്ത് വയറ് ഉള്ള നോക്കി ഇപ്പൊ ഇങ്ങനെയല്ല വയറ്. Wow. Okay. Wait and see. 5, Okay. 6, 7, go. 1. Shoulder up. ഉള്ള ശ്വാസം ഉള്ളില്. ശ്വാസല്ല വയറ് മട്ടും ഉള്ള. കൈ ഇങ്ങനല്ല ഇങ്ങനെ. ചിക്കന്റെ പോലെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാല് ഇങ്ങനെ ഇങ്ങനെ 1. അത് വേണ്ട ഞാൻ ഇപ്പിടിച്ച് ഇപ്പൊ കുറച്ച് ഹാഫ് സിറ്റ് ചെയ്തിട്ട് ഇത് ഇപ്പിടി തൂക്കൂ. ഇത് രണ്ട് ഇപ്പിടി തൂക്കും. അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യണ്ട. അതോടെ ചേർത്ത് നടു പൊക്കി കണ്ണാടി നോക്കിയപ്പോ ബോഡി മൂവ്മെന്റ് ഉണ്ടാവില്ല. ഇടുപ്പ് മട്ടും ഇടുപ്പ് മട്ടും മോളില്ല. ഇടുപ്പ് മട്ടും പഠിക്കണം. പഠിക്കട്ടെ. ഇടുപ്പ് ഇളകുന്നുണ്ടെന്ന് നോക്കണം. ആടുണ്ട്. ശ്രീതു ഇടുപ്പ് ഇളകുന്നുണ്ടോ നോക്കണം. ഡ്രസ് പൊക്കൂ. നോക്കട്ടെ. അത് ഇളകിയോ നോക്കട്ടെ. മൂവ്മെന്റ് കാണുന്നില്ല ടീച്ചർ. മൂവ്മെന്റ് കാണുന്നില്ല ടീച്ചർ. നീ പൊക്കുന്നില്ല. അതിന്റെ ഇടയിൽ ചിന്തച്ചേരി നീ പൊക്ക്. അതന്നെ. ഓക്കെ. ഈ വേർഡ്സ് ചെയ്യാറില്ല. സൈഡ് വേർഡ്സ് ഇത് ചെയ്ത് അടിപൊളി അടിച്ചതല്ലോ. ഡാൻസറാ ഡാൻസ് കളിക്കാവുന്ന നിശാൻ ഇതാരാ ടീച്ചർ ഇപ്പം തിരിഞ്ഞു പോയാ? ഇപ്പൊ എനിക്ക് സ്റ്റെപ്പ് പഠിപ്പിച്ചത്. എനിക്കറിയാം. പ്രേമം ഇതന്നെയാ പറയണ. അതല്ല നോക്ക്. പിടി. ഇതാ പ്രേമത്തില് ഇതുണ്ട്. പ്രേമത്തില് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ കാണിക്കും. പക്ഷെ കണ്ടിട്ടുണ്ട്. 1 2 3 എല്ലൊക്കെ പൊട്ട് ഇതല്ലേ എന്താ ആരാ കളിക്കണേ? മനസ്സിലാവില്ല. ഞാൻ ടീച്ചറെ ഇപ്പൊ ഒന്ന് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യും. കടന്നു പോകുന്നു. അടുത്ത ആള് ആ പാട്ടറിയോ? അതിന്റെ ലിറിക്സ് അറിയോ? മടിയുടെ മലയോരത്ത് ധ്യാനിച്ചിരിക്കുന്ന സന്യാസി ചുമ്മാതിരി. വേറൊരു പാട്ടുണ്ടായിരുന്നല്ലോ. എന്താ തലേ കയറ്റി വെക്കണ്ട. ഇതിന് വേറൊരു പാട്ടില്ല, ഒരു ഹിറ്റ് പാട്ട്. ചന്ദനത്തിരിയ ഇല്ലായ്മയിൽ ധാരാളിയാ പിടിവലിയുന്മാതിയാ കുന്നായ്മയിൽ കൂട്ടാളിയാ ഭാവികളില്ലാത്തൊരി ഭൂതങ്ങളായി വാഴുന്നു നാം. തരരരരരരലലാല ലലലലലലലലല അതിന് മുമ്പ് ഒരു ലൈനോട് രാവിലെ എന്താ പേര് കിട്ടാനെ? ചെരുപ്പ് ഇവിടെ നമുക്ക് ആകെ 2 3 ഇപ്പിടിത്താ കുപ്പിട്ട് ആത്മാവേ പോ. ഞാൻ ഇവർക്ക് ഇങ്ങനെ പറയണ അങ്ങനല്ല.
പാട്ടാണ്. അതെനിക്ക് ഫീൽ ചെയ്തു. ഇന്നലെ അവര് വാക്കുമായി അതാണ് എനിക്ക് ആ പടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറഞ്ഞു. കിഡിലൻ മെലഡി. പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒറ്റമുറി ഒറ്റമുറി സൈലന്റ് ആയി കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിന്റെ അതല്ലേ ഇവള് നീ ആരുടെ കൂടെ ചേച്ചി നല്ല കണ്ടിട്ടില്ല ഇയാള് രോമാഞ്ചം കണ്ടില്ല? ശ്രീതു ശ്രീതു അതറിയോ? അത് എന്നെ മീനിങ് പറ. എന്നെ മീനിങ് നമ്മുടെ തൃശ്ശൂരല്ലേ എനിക്കറിയില്ല. വേറെ അങ്ങനത്തെ ഒക്കെ പാട്ട് എനിക്ക് ഇഷ്ടം. ലജ്ജാവതിയെ നല്ല സോങ്. ലജ്ജാവതിയെ നിന്റെ എന്റെ ലിപ്സ്റ്റിക് ചുമന്നു പോയടാ. പിന്നെ ബ്ലഷ് ഇടണ്ടായി. ഞാൻ തന്നെ കൊറേ എന്നാ സ്റ്റെപ്പ്? ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഇത് പാട്ട് മാറി പാട്ട് മാറി പാട്ട് മാറി അത് പാട്ട് വീണ്ടും മാറി. ഇപ്പൊ നിങ്ങൾ പാടിയത് അന്നക്കിളി നീ എന്നിലെ വള്ളിക്കിളി നീ എന്നിലെ ബന്ധുവൾ വീശി വന്നു. അന്തിക്കടവത്തോരമ്പിളിക്കൊമ്പിൽ ഞാൻ മാറി തള്ളിത്തിരതുള്ളും വങ്കി വെക്കും അവളെ അവളെ അടിജുമിക്ക് പോട്ട മയിലേ മയിലേ നന്ദലാല നന്ദലാല കണ്ടറിയും നിന്റെ ലീല വന്നമാല രാധയ്ക്കു പാട്ടുകളിൽ ആരും കാണാതെത്തുന്നു രാധ മായപ്പെണ്ണേ നീയൊരു മായ പയ്യില് കലഞ്ഞു വെച്ച് പാൽക്കുടം നിറച്ചു വെച്ച് പാലായി തിങ്കളായി വന്ന രാധ പാലിൽ നിറഞ്ഞു വെച്ച് പൊട്ടു തൊട്ട് പാലായി തിങ്കളായി കൃഷ്ണരാധ നന്ദലാല നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല മാറിവില്ല
മിക്കവാറും മറ്റേ കേസ് ചോദിക്കാനായിരിക്കും. കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് സംസാരിച്ചറിയാനായിരിക്കും. അതൊരു ഫീലില് പാടേണ്ട പാട്ടാ. ഇത് മറ്റേ ഗാനമേളയ്ക്ക് പാടുന്ന മനം ക്രേസി അടടാ കാതൽ என்றும் amazing. Excuse me, let me tell you something. നീ சிரிച്ചാൽ ലൈഫും ട്രെയിൻ ട്രെയിൻ பேசும் அன்பு என்னையாக காதல் என்று என்னையான வருவாத எனக பார்த்த வந்தால் அணிசானி வாழ 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 നീ വാഴ വാഴ കൊനുത്ത് സിരിത്തവളെ നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നിന്നെ കണ്ട കടലകൾ പോലെ മയിലായി മഴ കൊണ്ടതുപോലെ അകമേൽ ഇതൊക്കെ എന്ത് പറ്റിയതാ? അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ, ആ അപ്പൊ അതിന്റെ ബ്ലോക്കിന്റെ ഇതായിട്ട്. എന്താ നീ എന്താ ചിന്തിക്കണേ? നീ എന്താ ചിന്തിക്കണേ? അവളുടെ വാപ്പച്ചിനെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഹോസ്പിറ്റലിൽ വെള്ളിയാഴ്ച അടുത്ത ഓപ്പറേഷൻ സർജറി എന്താ പറ്റി? ബ്ലോക്കിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അപ്പൊ വേറെന്താ പറഞ്ഞേ? അതാ പറഞ്ഞേ. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചതാ. ആ അത് സാരില്ല, കുഴപ്പമില്ല, ഒന്നും ഉണ്ടാവില്ല. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അത്താക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോ സാരില്ല, അത് പോട്ടെ. നല്ല കുറച്ചു നേരം ഒറ്റയ്ക്ക്. ഓക്കെ എന്തിനാണ് വിളിക്കുന്നേ? ഞാൻ പോണോ? ഇരിക്കേ. വിഷമിക്കില്ല. ഗബ്രി പറ എന്താ പറ്റുന്നില്ല. അല്ല എന്താ പറ, എന്നോട് പറ. എന്താ പ്രശ്നം? എന്താ അല്ലാത്തൊക്കെ വയ്യ. അതിനെന്താ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? പ്ലീസ് എന്താ ആലോചിക്കണം? നീ എന്തോ തെറ്റാലോചിച്ചോണ്ടിരിക്കുക. എന്താ പ്രശ്നം? മാറണോ? എന്താ നീ ആലോചിക്കണെന്ന് പറ. ഇല്ല ഓക്കെ അടി ഓക്കെ. ഞാൻ വരാം. ഗബ്രി അത്താക്ക് ഇപ്പൊ ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് എന്തോ കൂടിയിട്ടാ. എനിക്കറിയാൻ പാടില്ല. ഇതിന്റെ അകത്ത് എന്തെങ്കിലും നടന്നത് അവർക്ക് വിഷമമായിട്ടാണെന്നാണോ നീ ആലോചിക്കണേ?
അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ആയിരിക്കും തോന്നുന്നു. ഇല്ല, അങ്ങനെയൊന്നും ആവില്ല. എനിക്ക് എന്ത് ചിന്തിക്കണം, പറയണം. ബിഗ് ബോസ് എന്താ പറഞ്ഞ? നിന്നോട് ആരവിടെ സംസാരിച്ചേ? അവർക്കിങ്ങനെ വയ്യ, ഹോസ്പിറ്റലിൽ, അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്ത് ഇത്രയും സമയം എടുത്തപ്പോ? അല്ല, അത് പറഞ്ഞിട്ട് ഞാനൊന്ന് ഓക്കെ ആവാൻ വേണ്ടി കുറച്ച് നേരം എത്തിരുന്നില്ല. ടെൻഷൻ അടിക്കല്ലേ? ടെൻഷൻ അടിക്കല്ലേ? ഞാനൊന്നും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടിരും, എനിക്ക് പോകണം. ടെൻഷൻ അടിക്കല്ലേ? ഒന്നും ഉണ്ടാവില്ല. ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും. നീ എന്തിനാ ഇങ്ങനെ നിന്റെ മേത്തേക്ക് ബ്ലെയിം ഇടണം? എന്തിനാ? ഞാൻ വേറെ ആരെങ്കിലും വിളിക്കണോ? ആരുമില്ല. എനിക്ക് പറ്റില്ല. നീ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാനൊന്നും ചെയ്യാത്തത്. നീ എന്തിനാ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യണേ? നിന്നോട് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞേ? അഡ്മിറ്റ് ആവുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് നോർമൽ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയിക്കൂടെ? സീരിയസ് ആയി മാത്രമേ അഡ്മിറ്റ് ആവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ബ്ലോക്ക് ഉള്ളത് കളയാൻ വേണ്ടിയിട്ടാണ് നോർമലി സർജറി ചെയ്യണത്. എന്താ പറഞ്ഞെന്ന് പറ. ഒന്നും പറഞ്ഞില്ല, ഇത്രേ പറഞ്ഞുള്ളൂ. ഗബ്രി, എനിക്കറിയാൻ പാടില്ല. ഞാനിവിടെ ഒരു തെറ്റും ചെയ്യുന്നിരുന്ന എൻ്റെ മൈൻഡിൽ. എനിക്കുള്ള ഇമോഷണൽ സപ്പോർട്ടാണ് നീ. പക്ഷെ അത് വേറൊരു രീതി പുറത്തു പോകുന്നുണ്ടെങ്കിൽ മേ ബി എൻ്റെ ഓവർ തിങ്കിങ് ആയിരിക്കാം. അത് നമുക്ക് കുറയ്ക്കണം. ശരി, എനിക്കൊന്ന് ഞാൻ മാറി. ഞാൻ വേറെ ജസ്മിനോട് വരാൻ പറയട്ടെ? നമുക്ക് അപ്പുറത്തെ മുറിയിലേക്ക് ഇരിക്കണോ? ആക്ച്വലി എന്താ ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാം. ജസ്മിൻ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. You're overthinking way too much right now. ആക്ച്വലി എൻ്റെ ഭാഗത്ത് തെറ്റെന്താ? എനിക്കിവിടെ പാടി ഞാൻ എന്താ ചെയ്തേ? എന്തിനാ ഇങ്ങനെ ചിന്തിക്കണേ ജാസ്? എനിക്ക് ചെയ്യട്ടെ? നീ ഓവർ തിങ്ക് ചെയ്യല്ലേ? എനിക്ക് നീ ഇവിടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഓവർ തിങ്ക് ചെയ്യല്ലേ ജാസ്മിൻ? അപ്പം നീ ഓവർ തിങ്ക് ചെയ്യാണ്. നീ മര്യാദയ്ക്ക് ചിന്തിക്ക്. നീ ഒന്നും ചെയ്തിട്ടില്ല. നീ തെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അത്ര ഓക്കെ അല്ല. അത്ര ഓക്കെ അല്ല. ഐസ് ഫുൾ അങ്ങനെ എഴുതിയാ മതി. ഞാൻ ഓക്കെ അല്ല. അങ്ങനെ ഒരു മനസ്സിലുണ്ടാവും അല്ലേ? ഓക്കെ അല്ല അങ്ങനെ. ഓക്കെ ആവും പിന്നെ. ഓക്കെ തന്നെ ഇരിക്കല്ലേ? ഓക്കെ ആവും. ഇന്നലെ അങ്ങനെ ഇരിക്കുന്നപ്പോ ഞാൻ ഉറങ്ങിയപ്പോ ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. എനിക്ക് പറ്റുന്നില്ല ഗബ്രി. എനിക്ക് പറ്റുന്നില്ല. സൈക്കോളജിസ്റ്റ് എനിക്ക് ആരെങ്കിലും ഒന്ന്
എന്നെ വേണ്ട അവർക്ക് പറയല്ലേ. എന്റെ അടുത്ത് റോക്കി റോക്കി റോക്കി. ജാസു നടക്കുമ്പോ ഒക്കെ ഉണ്ടാ അത് വീഴാനൊക്കെ പോണു. ഉറക്കം വന്നിട്ട് 6:30 എണീച്ചിട്ട് എനിക്ക് ഉറക്കം വന്നു. ഇവിടെ ഉള്ള എല്ലാവർക്കും പെട്ടെന്ന് ചിലപ്പോൾ അവരും അവനോന്റെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണോ വിത്തൗട്ട് ബീങ് വയലന്റ്. അങ്ങനെ ഡൗട്ട് വരുന്നുണ്ടല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ സസ്പീഷ്യസ്. അല്ല, ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ എനിക്ക് കുറെ ഓവർ തിങ്ക് ഉണ്ട്. ചിലപ്പോൾ ഒരിക്കലും നടക്കാത്ത സിറ്റുവേഷൻ എടുക്കും. അത് നടക്കുന്നുണ്ടാവോ? അത് നോർമലാണ്, പക്ഷെ അത് തെറ്റായിട്ട് നടക്കുന്നുണ്ടാവോ? ഇപ്പൊ എന്തായിട്ടുണ്ടാവും? അങ്ങനെ ആവും. അപ്പൊ അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ട്രബിൾ, കരച്ചിൽ വരും. മനസ്സിലായോ? അതെ അതെ, ഐ നോ വാട്ട് യു ആർ സേയിങ്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. വിഷമിക്കല്ലേ. പുറത്തുള്ളവർക്ക് ലാസ്റ്റ് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അവിടെ തന്നെ പോയി ഇരിക്കാൻ പോണി, ഞാൻ തിരിച്ചു വരണേയില്ല എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ തിരിച്ചു വരേ പറഞ്ഞു. അപ്പൊ എൻ്റെ ഈശാൻ ഫസ്റ്റ് സെക്കൻഡ് ബോയ് ടെലിംഗ് മീ, പപ്പാ 1 week you escape from there, we'll go and watch movies, സിനിമ കാണാം, then we'll go to the gym. അവനോട് ഞാൻ പ്രോമിസ്, ഞാൻ എത്ര പെട്ടെന്ന് തിരിച്ചു വരും, നമ്മൾ ജിമ്മിൽ പോയി I'll make you lift weights. Wife doesn't want me to do that. അപ്പോൾ അവൻ അതിന് വെയിറ്റ് ചെയ്യണം. സെക്കൻഡ് ഓൾഡസ്റ്റ് ബോയ് ശിവ, അവൻ കുറച്ച് ഇമോഷണലാണ്. ലാസ്റ്റ് മന്ത് മൊബൈൽ എടുക്കണ മുമ്പ് അവൻ ഫോൺ ചെയ്യും. അവർക്കെല്ലാം വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ അവൻ ഫോൺ ചെയ്യും, പപ്പ when will be back. So he's become 21. ഇങ്ങനെ കൊഞ്ഞിലായിട്ട് സംസാരിക്കണം, when will be back. Maybe 2 weeks, maybe 3 weeks, maybe 1 month max, not more than that. Okay, take care. Love you, son. Love you. എന്തായി? ഞാൻ പുറത്തോട്ടുന്ന സൈലൻസാ. ഇനി എന്തെങ്കിലും പുറത്തു പോയിക്കോട്ടെ, നമുക്ക് പുറത്തോ അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണം. ഇവിടെ ഒന്ന് പുറത്തിറക്കിട്ടാടാ. മരണില്ല, എന്നോട് പറഞ്ഞു മാറിക്കാൻ. ബിക്കോസ് എനിക്ക് സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണം. പ്ലീസ്, ഇറ്റ്സ് അർജൻറ്റ്. എനിക്ക് സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണം. എന്നെ ഒന്ന് വിളിക്കേ. എനിക്ക് അർജൻറ്റായിട്ട് വേണം. പ്ലീസ് എന്നെ ഒന്ന് വിളിക്കേ, പ്ലീസ്. അല്ല, ഇത് കുഴപ്പമില്ല. അവളുടെ ഹോസ്പിറ്റലാണ്. അച്ഛനാ കുറച്ച് ഓൾറെഡി വയ്യായിക. അവള് കുറ്റിയാന്നൊക്കെയാ പറയണേ. ശ്രീ പോണ്ട. ശ്രീ ശ്രീ ശ്രീ
എന്താ പ്രശ്നം? എന്ത് പറ്റി? അല്ല പോണ്ട. അല്ല ഗബ്രി പോട്ടെ. ഷീസ് നോട്ട് ഓക്കെ. ഒന്നും ചോദിക്കണ്ട.